ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്കറിയോ? നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ഷിക്കാര ബോട്ടിങ്ങിലാണ് നമ്മളിത്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ ഫൈനൽ എത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ പൊരിഞ്ഞൊരു യുദ്ധം നമ്മുടെ ധന്യജുഹയും തമ്മിൽ വലിയ മന്തിക്കണക്കാണ് നിങ്ങൾ കണ്ടു പോകുന്നത്. എനിക്കിപ്പോൾ ഒരു പ്ലേറ്റ് മന്തി മൊത്തം ഇട്ടുതരാം, അതിന്റെ പ്രശ്നം തീർന്നല്ല. ഈ നാളെ രാത്രിത്തേക്ക് തിന്നാനല്ലേ ഇപ്പൊ തിന്നിരിക്കണം, അത് തിന്നിരിക്കണോ? എന്നാ പിന്നെ പോല നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചേട്ടാ പോക്കെ ബൈ തരാം. നമ്മൾ രാവിലെ തന്നെ നമ്മളെ ബഡ്ഡീസിനും കൂടി നമ്മൾ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് എത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിലേക്ക് തന്നെ. ഇപ്പോൾ എല്ലാവരും ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവില്ല. രാവിലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ആലപ്പുഴ പോകുന്ന ആ ഫസ്റ്റ് ട്രെയിനിൽ നമ്മൾ കയറി ജനറൽ പിടിച്ചായിട്ട് നമ്മൾ ഒറ്റ മൈൻഡ് യാത്രയാണ്. അങ്ങനെ വല്ല പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നുമില്ല. കിട്ടിയ സീറ്റും പിടിച്ച് നേരെ അങ്ങ് കള്ളവണ്ടി കയറി ചെയ്തേ പോകുന്നേക്കുള്ള കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ട്രെയിനിൽ. പക്ഷേ നമ്മളോട് കുറച്ചൊരു ചോട്ടാസ് പിള്ളേർ നമ്മളോട് ഇപ്പോൾ കൂടിയാണ് കേട്ടോ. നമുക്ക് കോഴിക്കോട് നിന്ന് കിട്ടിയ കുറച്ച് ഗ്യാങ് നല്ല വൈബ് ആണ് കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറിയാട് പിള്ളേരായിട്ട് ഫുൾ വൈബാണ്. അതിൻ്റെ സംഭവത്തിലുണ്ട് ഞങ്ങൾക്ക് കാണിച്ചാൽ നല്ല വൈബാക്കി. ആ പരിപാടി ഇങ്ങനെ തന്നെ കണ്ടു നോക്കുന്ന വെച്ചാൽ ടിക്കറ്റ് ഇല്ല. അതിന് ടിക്കറ്റ് ഉണ്ടോ? കള്ളവണ്ടി കയറിയിട്ടാണ് ഫിഫ കാണാൻ മുരുമയില്ല. ഓ ടിക്കറ്റ് എടുത്തല്ല വലിയ വിചാരല്ല. ടി പിടിച്ചാ ഫൈൻ ഡബിളാണേ. എന്റെ മോനെ പ്രോ പ്ലേയേഴ്സ് ആട്ടാ. നീ തക്കൊന്നും കൂടി പറ. കഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് ശിബിരേട്ടൻ പറഞ്ഞപ്പോ അവർക്ക് ചളി അടിച്ചത്. ചളി ഒന്നും കൂടി പറ. ചളി പറയൂ. ഭയങ്കര നാണക്കാരനാണ്. ഇവന് വീഡിയോയിൽ വരാൻ ആഗ്രഹമുണ്ട്. ഇവന് വീഡിയോ വരാൻ ആഗ്രഹമുണ്ട്. വീഡിയോ ഉണ്ട്, നേരത്തെ ഉണ്ട്. നമുക്കൊന്നും കൂടി ഇവന് വീഡിയോ വരാൻ ആഗ്രഹമുണ്ട്. ഇവന് വീഡിയോ വരാൻ ആഗ്രഹം. അന്നും കൊണ്ടോ അതിനുണ്ടോ കേട്ടോ? അന്നും പറയാണ്ടോ? ഒരു കാര്യമുണ്ട്, സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആവാൻ. അടുത്ത കീപ്പർക്ക് എന്താണ് പറയാനുള്ളത്? കീപ്പർക്ക് പറയാനുള്ളത് ഒരു പൊട്ടൻ ഇതാ ഇവിടെ ഇത്രയും നടന്നുകൊണ്ട് കളി കണ്ടോണ്ടിരിക്കുന്ന. കമോൺ, 2 വാക്കുകൾ സംസാരിക്കാം. എല്ലാരും പറഞ്ഞു, എല്ലാരും AJP സംസാരിക്കുന്നു പറ. AJP കമോൺ, AJP പറ. AJP പറ. 2 വാക്ക് AJP പറ. ഒന്നും പറയാണ്ടില്ല. AJP ഭയങ്കര നാണുള്ള കേട്ടാ, ഒന്നും ചെയ്യില്ല അല്ലേ? വർക്കിലൊന്നല്ല, ഓന് മൊബൈൽ ഡാറ്റ തന്നെ കിട്ടുന്നില്ല, പിന്നല്ലോ ഓന് വർക്കുള്ളത്. ആടുന്ന് കുത്തി കളിക്കാം. ഫിഫ പ്രസിഡന്റ് ആരാ? മെസ്സി. എന്നാലും പോയിട്ടുണ്ടാവില്ല. അടുത്ത് വരണോ? നമ്മളെ അടിപൊളിയാ പോലും. എന്ത് ചെയ്യാനാ? അടിപൊളി മോട്ടിവേഷൻ. മോനെ 112K ഫോളോവേഴ്സാ നിന്നെ കാണാൻ പോകും. നിങ്ങൾ എല്ലാരും അറിയട്ടെ, കോഴിക്കോട് എല്ലാരും അറിയട്ടെ. ദേവകിരൺ പറയൂ. എന്താണ് ദേവകിരൺ പറയാനുള്ളത്? ദേവകിരൺ 2 വാക്കുകൾ പറയൂ. ദേവകിരൺ മടിക്കത് പറയൂ. പറയാനില്ല. ഡിഫൻഡർ എന്താണ് പറയാൻ പറയൂ. ഡിഫൻഡർ ആരാ? ജിങ്കര സന്ദേശം. ഡിഫൻഡർ എന്താണ് പറയാനുള്ളത് പറയൂ. എന്താണ് നിനക്ക് എന്താണ് പറയാനുള്ളത്?
താഴെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെക്കൊണ്ടോ നിനക്ക് എന്തെക്കൊണ്ടും പറയാനുണ്ടോ? അടുത്ത ആള് ഒന്ന് മാറോ. താഴെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വൈബാണ്. പുറപ്പെട്ടെന്തെങ്കിലും പറയാനുണ്ടോ? സോറി. നല്ല രസം. പിന്നെ കോഴിക്കോട് നമ്മൾ ടൂർണമെന്റ് കളിക്കാൻ പോവാണ്. പിന്നെ നമ്മളെ സ്വന്തം ഫുഡി വ്ളോഗറായ ഷിബിനേട്ടൻ നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടിയിരിക്കുന്നത്. നമ്മൾ പവർ അയക്കുന്നെങ്കിൽ 3 മണിക്കൂർ തൃശ്ശൂരിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പം അടിപൊളി യാത്രയാണല്ലേ. ഇനി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? AJP ഒന്ന് പറഞ്ഞാട്ട് പ്ലീസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ആലപ്പുഴയിൽ ഫൈനലി എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ആലപ്പുഴയിൽ അങ്ങനെ കാത്തിരിപ്പിൻ്റെ നാളിന് ശേഷം അങ്ങനെ കേരളത്തിൽ എൻ്റെ 13ാമത്തെ ജില്ല, 12ാമത്തെ ജില്ല. ഇനി 2 ജില്ലയും കൂടി എനിക്ക് കാണാനുണ്ട്. സോ ഫൈനലി വി അറൈവ്ഡ് ഇൻ ആലപ്പുഴ വിത്ത് നമ്മുടെ ബഡീസ് അല്ലേ. യെസ്, നമ്മുടെ അഹിൻ ജോസ് അല്ല ഞാൻ അങ്ങനെ പറയണ്ട, നമ്മുടെ അഹിനേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ധന്യ ചേട്ടനുണ്ട്. സോ നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? നേരെ ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ. നമ്മൾ നേരെ നന്ന പിന്നെ കഴിക്കാൻ പോവാം. അപ്പോൾ നന്ന പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് തേടി ഇറങ്ങാം. അപ്പോൾ നന്ന പിന്നെ കഴിക്കാൻ പോകാം അല്ലേ. നല്ല ബിരിയാണി അടിക്കണം അല്ലേ, അൺലിമിറ്റഡ്. ഗൈസ് ഞാനും അഹിനും കൂടി പോല നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എന്താ ഇതാ കേട്ടാ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ട് കാണാം. ഒക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടല്ലേ ധന്യജ? എത്ര ധന്യജ എന്നിട്ട് പറ. ധന്യജിന് ഏറ്റൊരു ഹോട്ടൽ കിട്ടിയല്ലേ, വയറൻസ് കഴിക്കാൻ പറ്റിയ വിശന്ന് AC കയറി ഇരിക്കാം നമുക്ക്. AJP പക്ഷെ നമുക്ക് നല്ല പറ്റിയൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചാൽ നമ്മൾ ചാർജ് ആവില്ല. അതിന് നമ്മളിന്ന് ഫുഡ് കഴിച്ച് പവറാണ് നമ്മളെ മെയിൻ ടാസ്ക്. ഫുഡെന്ന് പറയാം നമുക്ക് നോക്കാം. പുഷേ Come on guys. കേറും. മൂട് സ്ഥലം ഞാൻ ഇട്ടിരിക്കാം. കറ്റത്തിരിക്കാം. നമ്മൾ വീഡിയോഗ്രാഫർ. എനിക്കിപ്പോൾ ഒരു പ്ലേറ്റ് മന്തി മൊത്തം ഇട്ടുതരാം, അതിന്റെ പ്രശ്നം തീർന്നല്ല. നീ നാളെ രാത്രിത്തേക്ക് തിന്നാനല്ലേ ഇപ്പൊ തിന്നിരിക്കണം. അത് തിന്നിരിക്കണോ? എന്നാ പിന്നെ അതിന്റെ ഇടക്ക് വേണമെന്നോ എന്തെങ്കിലും വേണമെന്ന് അറിയാം. ഇന്നത്തെ ഒരു ദിവസം മൊത്തം തിന്നിർത്തോളാം അല്ലേ. ഇന്നത്തെ രാത്രി മൊത്തം ഇവ തിന്നിർത്തോളാം. ഇനി അതിന്റെ ഇടക്കിടക്ക് ഇത് വേണോ അത് വേണം വിശക്കുന്നുണ്ട് പറഞ്ഞാല് ഞാനൊരു കാര്യം പറഞ്ഞ പോലെ ഇന്ന് രാവിലെ തൊട്ട് ഒരു സാധനം തിന്നാണ്ടാ ഞാൻ നിൽക്കുന്നത്. നമ്മളെ സാധനം പപ്പടം ഉണ്ടല്ലേ. ഈ സാധനങ്ങളിലെല്ലാം പപ്പടം കൊടുക്കുക. നമ്മളെ സാധനം എത്തി. നമ്മളെ സാധനത്തിൽ ഇത് നോർമൽ ചിക്കൻ മതിയല്ലേ. ഇത് നമ്മുടെ സാധനം. നമ്മൾ ബിരിയാണി ഇതെത്തിയിട്ടുണ്ട്. യെസ്, അതിനെ പൊളിക്കാലോ. സാറക്കല്ലേ ധന്യജ സെറ്റല്ലേ. ധന്യജിന്റെ പ്രൊഫഷണൽ വീഡിയോസ് എല്ലാം എടുക്കും. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. എന്തോന്ന് നമുക്ക് പൊളിക്കണ്ടേ, വിശപ്പൊക്കെ തീർക്കണ്ടേ. രാവിലെ ഇത് കഴിച്ചില്ലല്ലോ. ഇല്ല, ഫോട്ടോ എടുത്തോട്ടാ, മിസ്സാക്കണ്ട. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാം. മന്തി കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടെന്നിട്ട് ഇനി അൺലിമിറ്റഡ് എന്ന് പറയും. ഇത് എന്തുള്ളടാ, നിങ്ങൾക്ക് ഓർഡർ എന്നല്ല പറഞ്ഞേ. അതന്നെ ഞാൻ ഇപ്പോൾ ഓക്കെ നമ്മൾ ബിരിയാണി തട്ടി തരടാ. അഹിൻ നന്മ പ്രവർത്തി. ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ എടുക്കട്ടെ. പപ്പടം അഹിൻ പ്രൊഫൈൽ ഫോട്ടോ എന്നെ ബിരിയാണി ഇട്ടരടാ. അതിനെ ക്യാമറ ഓടിക്കുന്നുണ്ട്. അഹിൻ നമുക്ക് നന്മ പ്രവർത്തനം ചെയ്തരാണ്. ബിരിയാണി കിട്ടുന്ന ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും. മലബാർ ബിരിയാണി ഉണ്ടാവോ? കണ്ടിട്ടൊരു മൂഡ് പോലെ ഇല്ല കേട്ടാ. 3 സാധനം കണ്ടിട്ട് 3 സാധനമേ തോന്നുള്ളൂ. ടേസ്റ്റ് ഉണ്ടാവുന്ന കണ്ടത്. ചെസ്റ്റ് പീസ് ബേ എടുത്തോട്ടാ. പിന്നെ ബിരിയാണിയുടെ പപ്പടം കൂടി തരാം. അത് കൊടുക്കടാ. ഓരോ ക്രെഡിറ്റ് കൊടുക്കണം. ഓന കിട്ടാൻ കൊടുത്തേ. സോറിടാ. ബിരിയാണി കഴിച്ചോക്കാം. മന്തി പറഞ്ഞാൽ മതി. അയ്യോ
പ്രേമ കപ്പൽ ഇങ്ങനെ കിട്ടുന്ന എനിക്ക് മഞ്ഞ മുമ്പല് അത്ര പറയാനുണ്ട് ഒന്നും പറയാനില്ല. വൻ ഫ്ലോപ്പ്. കാരണം ഇമ്മാതിരി ബിരിയാണി വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ താഴോട്ട് ഇങ്ങനെ കൊടുക്കും. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും എക്സ്ട്രാ മന്തി റൈസ് അതിന് ഫുഡ് കഴിക്കണം. അല്ല നേരത്തെ ഒന്ന് സംഭവിക്കണം. അത് പറ നേരത്തെ സംഭവം ഉണ്ടായില്ലേ? നേരത്താ അയാളോട് ഞാൻ ചൂട് വെള്ളം കൊണ്ടെത്താൻ മതി മോനെപ്പോൾ പോകും ഒരാൾ ഡീറസ്റ്റ് ചൂടുവെള്ളം വന്നിട്ട് ഇനി കൊണ്ടുതരില്ല. ചെറ്റത്തലേ പോയി കൂടി ചോദിക്കാറാ ചൂട് വെള്ളം ഒന്നല്ലേ ചെക്ക നല്ല വെക്കണം. ഒരു പാവ ചെക്കണം. ബിരിയാണി ഫൻ ഫ്ലോപ്പാട്ടാ. അതിന് എങ്ങനെയുണ്ട് ബിരിയാണി കഴിച്ചിട്ട്? ബിരിയാണി എടുക്കുകയും ചെയ്തല്ലേ കള്ളം. കണ്ണൂർ ബിരിയാണിന്റെ അത്ര ഒന്നുമില്ല. മലബാർ ബിരിയാണിന്റെ ടച്ചപ്പേ ഇല്ല. വൻ ഫ്ലോപ്പാണ്. ഒരു കരിഞ്ഞ മസാല ടേസ്റ്റ് ചോറ് കിട്ടിയത്. മന്തി സീനാട്ടോ. മന്തി അടിപൊളിയാണ്. മന്തി നല്ലുണ്ട്. മന്തിക്ക് 230 രൂപയും ബിരിയാണിക്ക് 170 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓവർ പ്രൈസ് ആയിട്ട് തോന്നുന്നില്ല. നോർമൽ എല്ലാ റെസ്റ്റോറൻറ്റിലുള്ള പ്രൈസ് തന്നെയാണ്. എന്തായാലും ഫ്ലോപ്പാണ്. മറ്റു കാര്യമൊന്നുമില്ല. പപ്പടം നീ എടുത്തോ നോക്കാം. എനിക്കല്ലേ ഫ്ലോപ്പ് ആയിട്ടാണ്. 2 പീസുണ്ട്. ലെഗ് പീസും ഉണ്ട്. നല്ല മൊരിഞ്ഞ ചിക്കൻ പൊരിച്ചാട്ടാ. നമ്മളെ ബിരിയാണീൻ്റെ കോലം നോക്കിയാട്ടെ. ഒരുമാതിരി കരിഞ്ഞ മസാലയും ബിരിയാണി റൈസ് 2 പീസും ഉണ്ട്. മന്തി എങ്ങനെ സെറ്റല്ലേ? അടിപൊളി അല്ലേ? എക്സ്ട്രാ റൈസ് പറഞ്ഞാൽ ഞാൻ കഴിച്ചോളാം. നമുക്കെന്തായാലും മന്തിയും കൂടി വന്നിട്ട് മന്തിയും ട്രൈ നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഒരു ദിവസത്തേക്കുള്ള മൊത്തം കഴിച്ചിട്ട് ഇടുന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നീയായിട്ട് എന്ത് വേണം എനിക്ക് ബെസ്ക്കുന്നുണ്ട്. ഇനി നടക്കാനുള്ളതാണ് ബൈക്കൂ അറിയാലോ. ഞാൻ പറഞ്ഞിട്ട് രാവിലെ കഴിക്കാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ സെറ്റാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നാണ് രാവിലെ കഴിക്കാത്തോണ്ട്. അപ്പൊ ക്വാർട്ടറിന് നോക്കടാ. കുറെ മാത്സ് പഠിക്കല്ലേ? മാത്സ് അറിയില്ല അല്ലേ? കണക്ക് സെറ്റായ കണക്ക് പെട്ടെന്ന് മനസ്സിലാവൂടാ. തിന്നു കഴിഞ്ഞാലൊരു എന്താ പഠിച്ചത്? BCA മാത്സ് അല്ലേ? 230 10 ഇവനെന്നാണ് ഈ പറയുന്നത്? അല്ല ഈ തൽക്കാലം നമുക്ക് പുറത്ത് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നാണം കെടുക്കാം. തൽക്കാലിതായിക്ക് എല്ലാം ഓക്കെ അല്ലേ? തീർത്തു കൊടുക്കണം. 5 മണിക്ക് എനിക്ക് അയച്ചു തെറ്റു പറ്റി എന്നിട്ട് ഓൻ അളക്കുന്നത് പ്രൂവ് 10+30 ഡിവൈഡഡ് ബൈ 2 ആയില്ലേ? പേയ്മെന്റ് ചെയ്താ മോൻ ഇതൊന്നും കാണിക്കല്ലേ? 220 വരുന്നുള്ളൂ. ആയാ നീ ആദ്യം അയച്ചു കൊടുക്ക്. ഞാൻ തിരിച്ചയക്കൊന്നുമില്ലേ? ഞാൻ കഴിയുന്നില്ലേ? പുറത്ത് നമ്മൾ ആക്കാൻ നമുക്ക് ലൈവ് മഴ പെയ്യുന്നുണ്ട്. മാത്സ് എടുത്ത് പഠിക്കുന്നു. വെറുതെ ഇത്രക്കാരെ സപ്ലി വെറുതെ ഇത്രക്കാരെ സപ്ലി. നമ്മളിപ്പോ കണക്ക് കൃത്യം നമ്മൾക്ക് അറിയാൻ പോകുന്നുള്ളൂ. മഴയാണ് പുറത്തു പോയില്ല. 410 ഇല്ലാത്ത മണ്ട പറയുന്നൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞത് 410 ഹാഫിന് 410 ഹാഫിന്. അപ്പൊ 410 എന്ന് പറയുമ്പോ 410 ഡിവൈഡഡ് 2 205 റുപ്യ. 205 റുപ്യ. അത് ക്വാർട്ടർ മന്തിക്ക് നമ്മൾ കഴിച്ച മന്തിക്ക് ഒരാൾക്ക്. പിന്നെ 30 ഒരു 30 235 അതന്നെ. അത് സംഭവം അറിയാം. ഒരു കാര്യം ആ ബുക്കിലുള്ള 210 പഠിക്കാൻ സത്യല്ലേ? പഠിക്കാൻ സമയത്ത് സംഭവം അറിയാം. 210 റുപ്യ അതിൻ്റെ അകത്ത് എഴുതിയ മന്തിക്ക്. എടാ ആകെ 10 രൂപന്റെ കണക്ക് കൂട്ടാറിയില്ലെങ്കിൽ നീ 10 രൂപ അങ്ങനെ തന്നിച്ച് പേരുള്ള ഗുരുജി നമ്മള് അതിന് ജയിച്ചിരിക്കുന്നോ? സ്വതമാ അവ ബീച്ചമ്മടെ
ഇത് കിടിലം കണ്ടന്റ് കേട്ടാ, ഇത് കിടിലാക്കി. അങ്ങനെ ഗൈസ് നമ്മൾ അഹിന്റെയും ധന്യജിന്റെ കണക്ക് ഇതോടെ തീർന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ പൊരിഞ്ഞൊരു യുദ്ധമായിരുന്നു നമ്മുടെ ധന്യജും അഹിയും തമ്മിൽ. വലിയ മന്തിക്കണക്കാണ് നിങ്ങൾ കണ്ടു പോകുന്നത്. മന്തിക്കണക്കിന്റെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. നമുക്ക് മന്തിക്കണക്ക് എങ്ങനെയാണെന്ന് കണ്ടാലും അഹിരും ധന്യജും തമ്മിലുള്ള മന്തി പോരാട്ട കണക്ക് നമുക്ക് കാണാം. നമുക്ക് യുദ്ധക്കണക്കെന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ സംഭവം അല്ലേ. ധന്യജും അഹിനും ഒരു മന്തി 235 രൂപേൻ്റെ പേര് കിട്ടിയ കണക്കറിയില്ല. അതാ ബേസിക് പ്രശ്നം. കാര്യമാക്കണ്ട, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ പഠിക്കണം എന്നറിഞ്ഞതാ. ഞാൻ ഇങ്ങനെ ഇപ്പം പറയില്ല, നമ്മൾ യാത്രയിൽ ഓരോ അനുഭവങ്ങൾ പഠിക്കുന്നത്. ഇപ്പം ധന്യജൊരു പുതിയ അനുഭവം പഠിച്ചില്ലേ. ഇപ്പം എന്താ വെച്ചാൽ കണക്ക് ഇപ്പം മെനുവിലെ കണക്കും ഇതിലെ കണക്കും കോട്ടന് വേറെ മനസ്സിലായില്ലേ. അല്ലടാ, അതിപ്പോൾ നമ്മളെ ഭാഗത്തല്ലടാ. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ മെനുവിൽ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് പോകും. അപ്പോൾ പ്രൈസ് നമ്മൾ കോട്ടൺ 210 കണ്ട് നമ്മൾ ആ ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കുന്നത്. ഇതൊരുമാതിരി ബില്ലടിക്കുമ്പോൾ 205 നമ്മൾ വിചാരിക്കുന്നുണ്ടാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. കാര്യം പറയാം, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അത് ശരി. എൻ്റെ ഉപ്പാൻ്റെ ഭാഗത്താ പഠിക്കാൻ പോയിട്ട് ചൂടുള്ള. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.